ഹലോ ഡിയേഴ്സ്. നെക്സ്റ്റ് നമുക്ക് മാനേജീരിയൽ എക്കണോമിക്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഏരിയ ആകുന്നു സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ ദ സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് വെരി വൈഡ്. അതായത് മാനേജീരിയൽ എക്കണോമിക്സിന് വളരെയധികം ലാർജ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്കോപ്പ് ഉണ്ട് തന്നെ പറയാം. It covers all those economic theories which are helpful find out solutions to business problems. അതായത് ബിസിനസ് പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ് ഫേംസിനൊക്കെ അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത ടൂൾസുകളും ടെക്നിക്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജീരിയൽ എക്കണോമിക്സിലൂടെ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് കണ്ടെത്തുന്നുണ്ട് ഈ ഒരു മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം ഹ്യൂജ് അല്ലെങ്കിൽ എന്താ പറയുക വെരി വൈഡ് സ്കോപ്പ് ഉണ്ട് തന്നെ പറയാം മാനേജീരിയൽ എക്കണോമിക്സിന്. അപ്പോൾ ഏതൊക്കെയാകുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ആസ്പെക്ട്സുകൾ എന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ സ്കോപ്പിൽ പറയുന്ന കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വരുന്നത് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ നമുക്കറിയാം ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ടു ബി സോൾഡ് ഇൻ ദ മാർക്കറ്റ്. അതായത് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഗുഡ്സുകൾ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ട്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, വിൽക്കുന്നതിന് വേണ്ടിയിട്ട്. ഇൻ ദ മാർക്കറ്റിലോട്ട് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടാകുന്നു എന്ത് ചെയ്യുന്നത്, ആ ഒരു ഗുഡ്സുകളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഡിമാൻഡ്. അപ്പോൾ എത്രമാത്രം പ്രൊഡക്ഷൻ ഉണ്ടാവണം അല്ലെങ്കിൽ എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്, ഡിമാൻഡിൻ്റെ ബേസിലാണ്. അതായത് കസ്റ്റമേഴ്സിന് ആവശ്യമുണ്ടെങ്കിലല്ലേ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ ഒരു ബാഗ് നിർമ്മിക്കുന്ന കമ്പനി ആണെങ്കിൽ ആ ബാഗ് നിർമ്മിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം, മാർക്കറ്റിൽ ആ ബാഗ് വാങ്ങാൻ അല്ലെങ്കിൽ ആ ബാഗ് വാങ്ങിക്കാൻ എന്ത് വേണം, കസ്റ്റമേഴ്സ് വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ആ ഒരു ബാഗ് എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതാണ് പറഞ്ഞത്. അതായത് വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഡിമാൻഡ്. അപ്പോൾ ആ ഒരു ബാഗ് എത്രമാത്രം ഉണ്ടാക്കണം, എത്രത്തോളം ബാഗ് നിർമ്മിക്കണം എന്നുള്ളത് എന്തിൻ്റെ ബേസിലാണ് തീരുമാനിക്കുന്നത്, ആ ഒരു ഡിമാൻഡിൻ്റെ ബേസിലാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദെയർഫോർ ദ മാനേജ്മെൻറ്റ് അനലൈസസ് ഡിമാൻഡ് ആൻഡ് ടേക്സ് ഡിസിഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് അനാലിസിസ്. അങ്ങനെ എന്ത് ചെയ്യും, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, ഇവിടെ മാനേജ്മെൻറ്റ് അത്തരം ഡിമാൻഡ് അനാലിസിസ് നടത്തുകയും എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസുകളും എടുക്കുകയും ചെയ്യും. അതാകുന്നു ഈ ഒരു ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിങ്ങിൽ പറയുന്നത്. അങ്ങനെ അതുപോലെ തന്നെ ആ ഒരു മാനേജേഴ്സിനൊക്കെ എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവാമെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും, ഇവിടെ ഫോർകാസ്റ്റ് ചെയ്യുവാനും സാധിക്കും. ഫ്യൂച്ചർ ഡിമാൻഡ് എത്രമാത്രം ഉണ്ടാവാം എന്നുള്ളത് കണ്ടെത്തുന്നതിനൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ സഹായിക്കും. ഈ ഒരു മാനേജീരിയൽ എക്കണോമിക്സിലൂടെ എന്ത് ചെയ്യാൻ കഴിയും, അവർക്ക് മാനേജീരിയൽ എക്കണോമിക് തിയറിയിലൂടെ ഒക്കെ എന്ത് ചെയ്യാൻ കഴിയും, ഇവർക്ക് അത് കണ്ടെത്തുവാനും സാധിക്കും. അതുപോലെ നെക്സ്റ്റ് വരുന്നതാകുന്നു കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ്. The resources or means to produce goods are scarce. അതായത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള റിസോഴ്സസുകളൊക്കെ എന്താണ്, സ്കേഴ്സ് റിസോഴ്സസ് ആണ്. അതായത് അത്രമാത്രം കുറവാണ്. അപ്പോൾ ബട്ട് ദേ ക്യാൻ ബി പുട്ട് ടു ആൾട്ടർനേറ്റീവ് യൂസസ്. എന്നാൽ എന്ത് ചെയ്യാൻ കഴിയും, അത് നമുക്ക് വ്യത്യസ്ത ഉപയോഗങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. The limited resources must be utilized in such a way as to obtain maximum output or to minimize total cost. അതായത് ഇവിടെ എന്താണ്, ദ ലിമിറ്റഡ് റിസോഴ്സസ്. അത് ഞാൻ പറഞ്ഞു എന്ത്, ആ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റിസോഴ്സസ് കുറവാണെന്ന് പറഞ്ഞു. അതാണ് ലിമിറ്റഡ്, കുറവായിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സസ് മസ്റ്റ് ബി യൂട്ടിലൈസ്ഡ്. അത് യൂട്ടിലൈസ് ചെയ്യണം. എങ്ങനെ, ഇൻ സച്ച് എ വേ ആസ് ടു ഒബ്റ്റെയിൻ മാക്സിമം ഔട്ട്പുട്ട്. അതായത് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഓർ ടു മിനിമൈസ് ടോട്ടൽ കോസ്റ്റ്, നമുക്ക് ടോട്ടൽ അതിന് വരുന്ന ചിലവുകൾ കുറക്കുന്നതിന് വേണ്ടിയിട്ടും. ഫോർ ടേക്കിംഗ് സച്ച് ഡിസിഷൻസ്, അത്തരം ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് ആർ യൂസ്ഫുൾ. ഇവിടെ തിയറി ഓഫ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ കോസ്റ്റ് അനാലിസിസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ്ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. തിയറി ഓഫ് പ്രൊഡക്ഷൻ എക്സ്പ്ലെയിൻസ് ദ വേരിയസ് ഫാക്ടേഴ്സ് വിച്ച് കോസ് വേരിയേഷൻ ഇൻ കോസ്റ്റ്. അതായത് തിയറി ഓഫ് പ്രൊഡക്ഷനിലൊക്കെ പറയുന്നത്
വ്യത്യസ്ത ഫാക്ടേഴ്സുകൾ, വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ഉണ്ട് വിച്ച് കോസ് വേരിയേഷൻ ഇൻ കോസ്റ്റിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വേരിയേഷനിൽ കാരണമാകുന്ന ഒരുപാട് ഫാക്ടേഴ്സുകളുണ്ട്. അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു തിയറി ഓഫ് പ്രൊഡക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ അതിൽ പറയുന്നുണ്ട് അർത്ഥത്തിൽ ദ കോസ്റ്റ് അനാലിസിസ് ഈസ് യൂസ്ഫുൾ ഫോർ പ്രോഫിറ്റ് പ്ലാനിങ്. അതുപോലെ കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നതാണ് അത് പ്രോഫിറ്റ് പ്ലാനിങ്ങിന്, അതുപോലെ കോസ്റ്റ് കൺട്രോളിന്, അതായത് നമ്മുടെ ആ ഒരു പ്രൊഡക്ഷന് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് ചിലവ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറക്കുന്നതിന് വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആൻഡ് ഓൾസോ ഫോർ സൗണ്ട് പ്രൈസിങ് പ്രാക്ടീസസ്. നല്ലൊരു ഗുഡായിട്ടുള്ള സൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ നല്ലൊരു ഗുഡ്, നല്ല അർത്ഥത്തിൽ നിന്ന് വരുന്നത് നല്ലൊരു ഗുഡായിട്ടുള്ള പ്രൈസിങ് പ്രാക്ടീസസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനും ഈ ഒരു കോസ്റ്റ് അനാലിസിസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ഈ ഒരു മാനേജറിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പാണ് പറയുന്നത്. അതിൽ കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസിലൂടെ എന്ത് ചെയ്യാൻ കഴിയും, അവർക്ക് അവരുടെ പ്രൊഡക്ഷന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. അത് ബെറ്റർ കോസ്റ്റ് കൺട്രോളിലൂടെ അല്ലെങ്കിൽ പ്രോഫിറ്റ് പ്ലാനിങ്ങിലൂടെ എന്ത് ചെയ്യാൻ കഴിയും, അവർക്ക് ആ ഒരു നല്ലൊരു രീതിയിൽ അവരുടെ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസിലൂടെ. അതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഉള്ളത് പ്രൈസിങ് പോളിസീസ്. തേർഡ് വരുന്നത് പ്രൈസിങ് പോളിസീസ്. ഇപ്പം വൺസ് എ പ്രൊഡക്റ്റ് ഈസ് റെഡി ഫോർ സെയിൽ ദ ഫേം ഹാസ് ടു ഫിക്സ് ഇറ്റ്സ് പ്രൈസ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു ഫേമിൻ്റെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സെയിൽ ചെയ്യാൻ എന്തായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് എങ്കിൽ ദ ഫേം ഹാസ് ടു ഫിക്സ് ഇറ്റ്സ് പ്രൈസ്. എന്ത് ചെയ്യണം, അവിടെ ആ ഫേം അവരുടെ ആ ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യണം. അതാണ് പ്രൈസിങ് പോളിസീസ് പറയുമ്പോൾ ദ പ്രൈസ് ഹാസ് ടു ബി ഫിക്സഡ് അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻസ് ഇൻ ദ മാർക്കറ്റ്. അതായത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കണം എന്ത് ഫിക്സ് ചെയ്യേണ്ടത്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്. പ്രൈസിങ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് തന്നെയാകുന്നത് പ്രൈസിങ് എന്ന് പറയുന്നത്. ദ സക്സസ് ഓർ ഫെയിലിയർ ഓഫ് എ ഫേം മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കറക്റ്റ് പ്രൈസ് ഡിസിഷൻ ടേക്കൺ ബൈ ഇറ്റ്. അപ്പോൾ ആ ഒരു ഫേമിൻ്റെ സക്സസ്സോ അല്ലെങ്കിൽ ഫെയിലിയറോ എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ആ ഒരു പ്രൈസിങ്ങിലുള്ള കറക്റ്റ് ഡിസിഷൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, അവരുടെ ഫേമിൻ്റെ ഫെയിലിയറിനെയോ അല്ലെങ്കിൽ സക്സസ്സിനെയോ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ നല്ല വലിയ പ്രൈസ് ഇട്ടാൽ എന്ത് ചെയ്യില്ല, അങ്ങനെ അത്രമാത്രം ഡിമാൻഡ് ആ ഒരു പ്രൊഡക്ട്സിന് ഉണ്ടാവില്ല. പക്ഷേ വളരെ കുറച്ച് പ്രൈസ് ഇട്ടാലോ അത് അവർക്ക് സക്സസ് ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള എന്താണോ മാർക്കറ്റ് കണ്ടീഷൻസ്, നമ്മുടെ മാർക്കറ്റിലുള്ള കസ്റ്റമേഴ്സ് ഏത് തരം നേച്ചറുള്ളവരാണോ അത് നോക്കിയിട്ട് എന്ത് ചെയ്യണം, പ്രൈസ് തീരുമാനിക്കണം. അതാണ് പറയുന്നത് പ്രൈസിങ് പോളിസീസ്. അതുപോലെ സ്റ്റഡി ഓഫ് മാർക്കറ്റ്. ഇതെന്താ പറയുന്നത്, ആഫ്റ്റർ പ്രൈസിങ് ദ പ്രൊഡക്റ്റ് പ്രൈസ് നൽകിയിട്ട് എന്ത് ചെയ്യണം, ദ മാനേജർ ഹാസ് ടു ഇൻട്രൊഡ്യൂസ് ദ പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റിൽ എന്ത് ചെയ്യണം, അവരുടെ പ്രൊഡക്ട്സ് ആ കമ്പനി എന്ത് ചെയ്യും അല്ലെങ്കിൽ മാനേജേഴ്സ് എന്ത് ചെയ്യും, അവതരിപ്പിക്കും. മാർക്കറ്റ്സ് ആർ നെവർ കോൺസ്റ്റൻറ്റ്. എന്തല്ല, മാർക്കറ്റ് എപ്പോഴും സ്ഥിരമായിട്ടുള്ളൊരു കാര്യമല്ല. ദേ ഗോ ഓൺ ചേഞ്ചിങ്. അതെന്ത് വരാം, നമുക്കെന്നെ അറിയാം, നമ്മുടെ കേസ് തന്നെ നമുക്കും ഇപ്പം ഹ്യൂമൻ ബീയിങ്സ് ആയതുകൊണ്ട് തന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ത് വരും, മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഓരോ ടേസ്റ്റും പ്രിഫറൻസ് എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന മോഡൽ ഡ്രസ്സ് ആവില്ല നമ്മൾ നാളെ യൂസ് ചെയ്യുക, അതിലെന്ത് വരും, മാറ്റങ്ങൾ വരാം. അപ്പോൾ ഇന്ന് യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ ആവില്ല ഒരു പക്ഷേ നെക്സ്റ്റ് കാലങ്ങളിൽ യൂസ് ചെയ്യുക, അതിനെന്ത് വരാം, മാറ്റങ്ങൾ വരാം. അതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും കോൺസ്റ്റൻ്റ് അല്ല എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ദ മാനേജർ ഷുഡ് ഓഫർ ദ പ്രൊഡക്ട്സ് ഓൺലി ഇൻ ദോസ് മാർക്കറ്റ്സ് വേർ ഹി വിൽ ഗെറ്റ് മാക്സിമം സെയിൽസ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, കമ്പനി അല്ലെങ്കിൽ മാനേജേഴ്സൊക്കെ അവരുടെ പ്രൊഡക്ട്സ് അവർക്ക് മാക്സിമം സെയിൽസ് എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെയാവും എന്ത് ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. മാനേജർ ഷുഡ് ഓഫർ ചെയ്യണം ദ പ്രൊഡക്ട്സുകൾ ഓൺലി ഇൻ ദോസ് മാർക്കറ്റ്സ് വേർ ഹി വിൽ ഗെറ്റ് മാക്സിമം സെയിൽസ്. അവർക്ക് മാക്സിമം സെയിൽസ് കിട്ടുന്നത് എവിടെയാണോ അവിടെ എന്ത് ചെയ്യുക, അവരുടെ പ്രൊഡക്ട്സ് ഓഫർ ചെയ്യുക. ദെയർഫോർ അതുകൊണ്ട് തന്നെ ഹി ഷുഡ് ഹാവ് എ ക്ലിയർ നോളജ് അബൌട്ട് ദ മാർക്കറ്റ്സ്. അപ്പോൾ അതിനെന്ത് വേണം, ആ ഒരു മാർക്കറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തേണ്ടതുണ്ട്. എന്നാലേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അവിടെ മാക്സിമം പ്രോഫിറ്റ് കിട്ടുമോ ഇല്ലേ എന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യണം, ആ ഒരു മാർക്കറ്റ്സിനെ കുറിച്ചുള്ളൊരു നോളജ് ആ ഒരു മാനേജർക്ക് അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതും ഈ ഒരു മാനേജീരിയൽ എക്കണോമിക്സിൽ വരുന്ന സ്കോപ്പിൽ വരുന്ന കാര്യമാവുന്നു സ്റ്റഡി ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് സ്കോപ്പാകുന്നു പ്രോഫിറ്റ് മാനേജ്മെൻറ്റ്.
The main motive of a business enterprise is to earn maximum profit. അതായത് ഏതൊരു ബിസിനസ് ഫേമിൻ്റെയും പ്രൈമറി അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പ്രോഫിറ്റ് നേടുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്രമാത്രം എങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യാം, അത് തന്നെയാകുന്നു അവർ നോക്കുക. അപ്പോൾ അത് തന്നെയാകുന്നു ഏതൊരു ബിസിനസ് ഫേമിൻ്റെയും മോട്ടീവ് അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ബട്ട് പ്രോഫിറ്റ് ഈസ് ഓൾവേസ് അൺസർട്ടൈൻ ബിക്കോസ് ഫ്യൂച്ചർ കോസ്റ്റ് ആൻഡ് റവന്യൂസ് ആർ അൺസർട്ടൈൻ. പക്ഷെ എന്താണ്, പ്രോഫിറ്റ്സ് എപ്പോഴും അൺസേർട്ടൺ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്തായാലും അത് സെർട്ടനിറ്റി ഇല്ല, അത്രമാത്രം പ്രോഫിറ്റ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താണ്, ഫ്യൂച്ചർ കോസ്റ്റ് അതുപോലെ തന്നെ റവന്യൂസൊക്കെ എന്താണ്, ഫ്യൂച്ചർ കോസ്റ്റും ഫ്യൂച്ചർ റവന്യൂ ഒക്കെ അൺസേർട്ടൻ ആണ്, നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അത് അൺസേർട്ടൻ ആകുന്നു പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെർഫോർ പ്രോഫിറ്റ് പ്ലാനിങ് ആൻഡ് മെഷർമെൻറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് പ്ലാനിങ്ങും അതിൻ്റെ മെഷർമെൻറ്റും എന്താണ്, വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ബിസിനസ് മാനേജേഴ്സിന് അല്ലെങ്കിൽ ബിസിനസ് ഫേംസിന്. ഹവർ എന്നിരുന്നാലും പ്രോഫിറ്റ് തിയറി വിൽ ഗൈഡ് ഇൻ ദ മെഷർമെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. എന്നിരുന്നാലും ഇത്തരം പ്രോഫിറ്റ് തിയറീസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാനേജേഴ്സിനെ സഹായിക്കുന്നുണ്ട്. എന്തിന്, മെഷർമെൻറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രോഫിറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാനേജേഴ്സിനെ ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോഫിറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അപ്പം ആ ഒരു പ്രോഫിറ്റ് മാനേജ്മെൻറ്റിനും ഈ ഒരു മാനേജറിയൽ എക്കണോമിക്സ് ടൂൾസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിയും, അവർക്ക് പ്രോഫിറ്റ് മാനേജ്മെൻറ്റ് വളരെ എഫക്റ്റീവ്ലി കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ നെക്സ്റ്റ് വരുന്നതാകുന്നു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. നമുക്കറിയാം ക്യാപിറ്റൽ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ബിസിനസ്. നിങ്ങളെല്ലാവരും കോമേഴ്സ് സ്റ്റുഡൻസ് ആണോ എന്ന് എനിക്കറിയില്ല. സയൻസ് പഠിച്ചവരുണ്ടെങ്കിൽ അവർക്ക് ഈ ടേംസൊക്കെ ചിലപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ടാവും. എന്നിരുന്നാൽ പോലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പം ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ ക്യാപിറ്റൽ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ബിസിനസ്. അതായത് ബിസിനസ്സിൻ്റെ ഫൗണ്ടേഷൻ ആകുന്നതെന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ലൈക്ക് ഓൾ അതർ ഇൻപുട്സ് ക്യാപിറ്റൽ ഈസ് ഓൾസോ എ സ്കേഴ്സ് ഫാക്ടർ. അതായത് എല്ലാ ഇൻപുട്സിനെ പോലെയും, അതായത് ഇൻപുട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ലേബർ, അതായത് എന്താ പറയുക, അതൊക്കെ അതിലോട്ടൊക്കെ നമുക്ക് പിന്നീട് വരാം. അതായത് മാൻ, മെറ്റീരിയൽ, മണി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ ചെയ്യുക, നമുക്ക് പിന്നീടോട്ട് ഡിസ്കസ് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇവിടെ ക്യാപിറ്റൽ എന്നുള്ള ഈ ഒരു കാര്യം, അതായത് ക്യാപിറ്റൽ എന്നുള്ള ബിസിനസ്സിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഇൻപുട്സ് എന്താണ്, അതും ഒരു സ്കേഴ്സ് ഫാക്ടറായിട്ട് വരുന്ന കാര്യം തന്നെയാണ്. ഹെൻസ് അതുകൊണ്ട് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. അതെന്താണ് എക്സ്പെൻസീവ് എന്ന് പറയുമ്പം വളരെ ചിലവേറിയതാകുന്നു. ഈറ്റ്സ് എഫിഷ്യൻറ്റ് അലോക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഓഫ് ദ മാനേജേഴ്സ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാപിറ്റലിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അലോക്കേഷനും അതിൻ്റെ മാനേജ്മെൻറ്റും എന്താണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാകുന്നു ആർക്ക്, മാനേജേഴ്സിന്. ദ മാനേജേഴ്സ് ഹാസ് ടു ചൂസ് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്ട്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റ്സൊക്കെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്ട്സ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ THE എന്നാണ്, THA എന്നല്ല. ദ മാനേജർ ഹാസ് ടു ചൂസ് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്ട്സ്. അതായത് ഏറ്റവും കൂടുതൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എന്തിനാണോ കിട്ടുന്നത് അതാവൺ എന്ത് ചെയ്യേണ്ടത് അവർ തീരുമാനിക്കേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്ര മനസ്സിലാക്കുക, കൂടുതൽ ലാഭം കിട്ടുന്ന ഇതിലാവണം എന്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലാഭം കിട്ടുന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്ട്സ് ആയിരിക്കണം, മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്ട്സ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ആ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്താണ്, ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഒരു ബിസിനസ്സിൽ. അപ്പോൾ ആ ഒരു 5 ലക്ഷം നമുക്ക് എത്ര വർഷം കൊണ്ട് ആ ഒരു 5 ലക്ഷം തിരിച്ച് കിട്ടും, പിന്നെ അതിനപ്പുറത്തേക്ക് അതിൻ്റെ പ്രോഫിറ്റ് എത്ര വർഷം കൊണ്ട് കിട്ടും എന്നുള്ള കാര്യങ്ങളാകുന്നു ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക്
പേ ബാക്ക് പീരീഡ് എന്നൊക്കെ പറയാം. അതിലോട്ടൊന്നും പോകണില്ല, ജസ്റ്റ് നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെക്കുക. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്ട്സിൽ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ളതാകുന്നുണ്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ആ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസ് ആണോ ഏറ്റവും സൂട്ടബിൾ ഉള്ളത് അതെന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. അതാണ് എന്തിൽ പറയുന്നത്, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് വരുന്നതാകുന്നു ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്. ഇവിടെ എ ഫേം ഓൾവേസ് കീപ്പ് ആൻ ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക്. അതായത് എപ്പോഴും എന്ത് വേണം, ഫേമിനൊരു ഐഡിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് എന്ത് വേണം, ഉണ്ടായിരിക്കണം. ഇൻവെൻ്ററി എന്ന് പറയുന്നത് സ്റ്റോക്ക് ആകുന്നു. അതായത് നമ്മുടെ ഫേമിൽ സ്റ്റോക്ക് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അതായത് ബിസിനസ് ഫേമിൽ എന്താണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന ഗുഡ്സുകൾ അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻവെൻ്ററി എന്നൊക്കെ പറയാം. അപ്പോൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബാഗ് നിർമ്മിക്കുന്ന കമ്പനി ആണെങ്കിൽ അവിടെ ആ ഒരു ബാഗ് ഒന്നുകിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് എന്ത് വരാം, ആ ബാഗ്സ് എന്ത് ചെയ്യുക അവിടെ സൂക്ഷിച്ച് വെക്കാം, അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസുകളൊക്കെ എന്തുണ്ടാവാം അവിടെ ഉണ്ടാവാം. അതാണ് എന്താ അവിടെ സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ പറയുകയാണ് ഇഫ് ദ സ്റ്റോക്ക് ഈസ് ടു മച്ച്, എന്താണ് അത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ദ ക്യാപിറ്റൽ ഈസ് അൺനെസസറിലി ലോക്ക്ഡ് അപ്പ് ഇൻ ഇൻവെൻ്ററീസ്. അപ്പം ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവുമ്പോൾ അവിടെ അനാവശ്യമായിട്ടുള്ള എമൗണ്ടുകൾ അല്ലെങ്കിൽ ക്യാപിറ്റലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽസൊക്കെ അതിലോട്ട് പോയിട്ടുണ്ടാവും. അറ്റ് ദ സെയിം ടൈം അതുപോലെ തന്നെ ദ ലെവൽ ഓഫ് ഇൻവെൻ്ററി ഈസ് ലോ. ഇനെന്താണ്, ഇഫ് ദ ലെവൽ ഓഫ് ഇൻവെൻ്ററി ഈസ് ലോ, സ്റ്റോക്ക് വളരെ കുറവാകുന്നു എങ്കിൽ പ്രൊഡക്ഷൻ വിൽ ബി ഇൻറ്ററപ്റ്റഡ് ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ്. ഇപ്പോൾ നമുക്ക് പറയാം ഒരു ബാഗ് നിർമ്മിക്കുന്ന കമ്പനി ആണെങ്കിൽ, ജസ്റ്റ് എക്സാമ്പിൾ പറയാനുണ്ടോ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബാഗ് നിർമ്മിക്കുന്ന കമ്പനിയാണ് എങ്കിൽ അവിടെ ആ ഒരു ബാഗ് നിർമ്മിക്കുന്നതിനുള്ള മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഇല്ല എങ്കിൽ എന്നല്ല വളരെ കുറവാണെങ്കിൽ ഒരു പക്ഷേ അതെന്ത് വരാം, പ്രൊഡക്ഷനെ തടസ്സപ്പെടുത്താം. അപ്പോൾ അതെന്താണ് അത്രമാത്രം എഫക്റ്റീവ് അല്ല. കൂടാനും പാടില്ല, ഓവർ ആവാനും പാടില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, കുറവാനും പാടില്ല. എന്താവണം, ഹെൻസ് എ ഫേം ഓൾവേസ് പ്രിഫർ ടു ഹാവ് ആൻ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക്. എന്താ ചെയ്യുക, ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക്. മാക്സിമം എന്താ പാടില്ല, കൂടുവാനും പാടില്ല, എന്നാലും കുറയാനും പാടില്ല. ആ ഒരു കൺട്രോൾ ചെയ്ത് കൊണ്ട് പോകണം എന്ത്, സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റിയിൽ എന്ത് വേണം, അത് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ therefore managerial economics will use inventory techniques such as ABC analysis and other inventory models with a view to minimizing the inventory കോസ്റ്റ്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു മാനേജിംഗ് എക്കണോമിക്സിൽ വ്യത്യസ്ത ടൂൾസുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ABC അനാലിസിസ്, ഇതൊക്കെ നിങ്ങൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഹയർ ക്ലാസ്സുകളിൽ സെക്കൻഡ് ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ പഠിക്കും ABC അനാലിസിസ്. അതുപോലെ മറ്റു മോഡൽസുകളൊക്കെ വരുന്നുണ്ട് ഇൻവെൻറ്ററീസിൻ്റെ കേസ് തന്നെ. അപ്പം ABC അനാലിസിസ് അതുപോലെ തന്നെ മറ്റു ഇൻവെൻറ്ററി മോഡൽസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവെൻറ്ററിൻ്റെ കോസ്റ്റുകളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാനേജീരിയൽ എക്കണോമിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതിന് സ്കോപ്പായിട്ട് വരുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് വരുന്നതാകുന്നു ബിസിനസ് സൈക്കിൾസ്. ബിസിനസ് സൈക്കിൾസ് അഫക്റ്റ് ബിസിനസ് ഡിസിഷൻസ്. അതായത് ബിസിനസ് തീരുമാനങ്ങളെ ബിസിനസ് സൈക്കിളും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് റെഫേഴ്സ് ടു റെഗുലർ ഫ്ലക്ച്വേഷൻസ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ കൺട്രി. അതായത് ഒരു രാജ്യത്തിലുള്ള അവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ തുടർച്ചയായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ്, അതാകുന്നു എന്തിൽ പറയുന്നത്, ഈ ഒരു ബിസിനസ് സൈക്കിൾസിൽ പറയുന്നത്. അതായത് ഈ ഒരു ബിസിനസ് സൈക്കിളിൽ വരുന്ന വ്യത്യസ്ത ഫേസസുകളാകുന്നു അല്ലെങ്കിൽ സ്റ്റേജസുകളാകുന്നു. ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ബിസിനസ് സൈക്കിൾ ആർ ഡിപ്രഷൻ, റിക്കവറി, പ്രോസ്പെരിറ്റി, ബൂം ആൻഡ് റിസഷൻ. നമുക്കറിയാം ഓരോ ബിസിനസ്സിനും അതിൻ്റേതായിട്ടുള്ള സ്റ്റേജസ് ആണ് ഇത് പറയുന്നത്. അതായത് നമുക്കറിയാം ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനെന്തുണ്ടാവില്ല, അത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാവില്ല, ഡിപ്രഷൻ ആയിരിക്കാം, അതായത് പ്രോഫിറ്റുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്ത് വരാം, കുറച്ച് കാലങ്ങൾക്ക് ശേഷം എന്ത് വരാം, അതിന് പ്രോഫിറ്റൊക്കെ ഉണ്ടാവാം, അതാണ് റിക്കവറി സ്റ്റേജിൽ വരും. പിന്നെ പ്രോസ്പെരിറ്റി, ഒന്നും കൂടെ എന്താ വരാം, ബെറ്റർ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിട്ട് വരാം, നല്ലൊരു അത്യാവശ്യം പ്രോഫിറ്റുകളൊക്കെ നേടി തുടങ്ങാൻ സാധ്യതയുണ്ട്. അത് അത്തരം സ്റ്റേജസ് ആകുന്നു പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ബൂം. ബൂം എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിൽ, അതായത് ഹ്യൂജ് പ്രോഫിറ്റ് വരുന്ന സ്റ്റേജാണെന്ന് പറയുന്നത് ബൂം എന്ന് പറയുന്നത്. പിന്നെ എന്ത് വരാം, അത് വീണ്ടും താഴോട്ട് വരാം, ഡിക്ലൈൻ അല്ലെങ്കിൽ റിസഷനിലോട്ട് വരാം. അപ്പോൾ ഇത്തരം ബിസിനസ് സൈക്കിൾ അല്ലെങ്കിൽ ഈ ഒരു
ഇത്തരം ബിസിനസ് സൈക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബിസിനസ് ഡിസിഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും എന്തിൽ പെട്ടതാകുന്നു, ഈ ഒരു മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പിൽ പെട്ടതാകുന്നു. അതുപോലെ നെക്സ്റ്റ് വരുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ്. ഇവിടെ ഈ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നുള്ളത് മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ എമർജൻസോട് കൂടിയിട്ട് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് വന്നതോട് കൂടി എന്തിൽ പെട്ടതാകുന്നു, മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പിൽ ഇൻക്ലൂഡ് ചെയ്തതാകുന്നു. അതായത് ഈ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു സ്കോപ്പ് ആകുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് അതിന് കാരണം എന്താണ്, വിത്ത് ദ എമർജൻസ് ഓഫ് MNCസിൻ്റെ എമർജൻസിനോട് കൂടെയാകുന്നു എന്ന് വന്നിട്ടുള്ളത് ഈ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് വന്നിട്ടുള്ളത്. അതായത് മാനേജീരിയൽ എക്കണോമിക്സ് പ്രൊവൈഡ്സ് എ ഫ്രെയിം വർക്ക് ഇൻ വിച്ച് ലോങ് ടേം ഡിസിഷൻസ് ക്യാൻ ബി മെയ്ഡ്. അതായത് നമുക്ക് ലോങ് ടേം ഡിസിഷൻസുകളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാനേജീരിയൽ എക്കണോമിക്സ് ഫ്രെയിം വർക്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ചില മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ലോങ് ടേം ഡിസിഷൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാനേജീരിയൽ എക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ദ ഫേം സെറ്റ് സെർട്ടൻ ലോങ് ടേം ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. കമ്പനി എന്ത് ചെയ്യും, ചില ലോങ് ടേം ഗോൾസും ഒബ്ജക്റ്റീവ്സുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദെൻ ഇറ്റ് സെലക്ട് ദ സ്ട്രാറ്റജീസ് ടു അച്ചീവ് ദ സെയിം. എന്നിട്ട് എന്ത് ചെയ്യാണ്, അത്തരം ഒബ്ജക്റ്റീവ്സൊക്കെ അല്ലെങ്കിൽ അത്തരം സ്ട്രാറ്റജീസൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്തിന്, ടു അച്ചീവ് ദ സെയിം. ആ ഒരു ഒബ്ജക്റ്റീവ്സും ഗോൾസുകളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സ്ട്രാറ്റജീസ് എന്ത് ചെയ്യും, ആ ഒരു ഫേമുകൾ സെലക്ട് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സ്ട്രാറ്റജിക് പ്ലാനിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാനേജീരിയൽ എക്കണോമിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലൂടെ അവർക്ക് അവരുടെ ലോങ് ടേം ആയിട്ടുള്ളതും ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾസുകളൊക്കെ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, നേടിയെടുക്കുവാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാകുന്നു പ്രധാനമായിട്ടും വരുന്ന സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. നിങ്ങൾ ഈ ഒരു ഹെഡിങ് നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതുക. ഈ ഒരു പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതണം. അപ്പോൾ ബിസിനസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ ഈ ഒരു ഡിപ്രഷൻ, റിക്കവറി, പ്രോസ്പെരിറ്റി, ബൂം, റിസഷൻ, ഈ ഒരു കാര്യങ്ങളൊക്കെ എഴുതേണ്ടതുണ്ട്. എന്നാലേ അതിന് പോയിന്റ് വരുള്ളൂ, മാർക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക ഓരോ പോയിന്റ്സുകളും. അപ്പോൾ ഇത്രയാകുന്നു പ്രധാനമായിട്ടും വരുന്ന സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളത്.